മൂത്രാശയത്തിലെ കല്ലുകളും ആധുനിക ചികിത്സാ രീതികളും എന്ന വിഷയമാണെന്ന് ഫാമിലി ഡോക്ടർ അവതരിപ്പിക്കുന്നത്. കൊച്ചി VPS ലക്ഷർ ഹോസ്പിറ്റലിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗം മേധാവി ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് പി സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ. ഈ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ഈ സൈഡ് വഴി നമ്മുടെ ഈ വേദന, അസഹനീയമായ പെയിൻ, ട്യൂബിൽ വന്ന് ബ്ലോക്ക് ആയാലുള്ള പെയിൻ, പിന്നെ യൂറിൻ പോകാൻ നീറ്റൽ, പുകച്ചിൽ, യൂറിനിൽ ബ്ലഡ്, ഇതൊക്കെയാണ് യൂഷ്വലി വരുന്ന സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ. രണ്ട് സൈഡിലും സ്റ്റോൺ വന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ക്രിയാറ്റിനൊക്കെ കൂടും, ഇൻഫെക്ഷൻ വരാം, കിഡ്നി ഫെയിലിയർ വരെയും സംഭവിക്കാം. അപ്പം അത് പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇതും പിന്നെയും കൂടാം. അപ്പം പെയിനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത്. യൂഷ്വലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടെങ്കിൽ ഒരു സാധാരണ ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ, ഒരു അൾട്രാസൗണ്ട് സ്കാനാണ് ആദ്യം എടുക്കേണ്ടത്. പക്ഷേ ഇത് പ്രോബ്ലം, അൾട്രാസൗണ്ട് സ്കാനിൽ ഒരു 50 to 60% ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. ചെറിയ കല്ലുകൾ മിസ് ചെയ്ത് പോകും. ഐഡിയലി ചെയ്യേണ്ടത് പ്ലെയിൻ CT KUB, പ്ലെയിൻ CT സ്കാനാണ്. അതിൻ്റെ അകത്ത് എല്ലാ കല്ലുകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എക്സ്റേ കാണാത്ത കല്ലുകളാണെങ്കിലും എല്ലാം അതിനകത്ത് കാണാം. കിഡ്നി സ്റ്റോണുകൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വന്നേക്കുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് RIRS എന്ന് പറഞ്ഞത്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5-6 വർഷമായി ഇത് വന്നിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെയൊക്കെ വൃക്കയിലുള്ള വലിയ കല്ലുകൾക്ക് നമ്മൾ കീ ഹോൾ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് സൈഡിലും, അല്ലെങ്കിൽ ഏത് സൈഡിലെന്ന് വെച്ചാൽ ഒരു ഹോൾ ഉണ്ടാക്കി അകത്ത് ചെന്ന് വൃക്കയ്ക്കകത്ത് നിന്ന് അത് പൊടിച്ച് എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈഡിലൊരു തുളയുണ്ടാവും, അതാണ് അതിനകത്തുള്ള. ഇപ്പം അതൊന്നും വേണ്ട. മൂത്രനാളിയിലൂടെ അകത്ത്, ഈ RIRS വഴി മൂത്രനാളിയിലൂടെ അകത്ത് ചെന്ന് മൂത്രസഞ്ചി കയറി ട്യൂബിനകത്ത് കയറി വൃക്കയ്ക്കകത്ത് കയറിയിട്ട് ലേസറും കൊണ്ട് ആ കല്ല് മുഴുവൻ പൊടിച്ച് കളയാം. ഫ്ലെക്സിബിൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വളഞ്ഞു പോകാവുന്ന സ്കോപ്പുകളൊക്കെ ഉണ്ട്. അത് വെച്ച് അകത്ത് ചെന്ന് പൊടിച്ച് കളയാം. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വരെയുള്ള കല്ലുകൾക്ക് നമുക്കത് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു സിറ്റിങ്ങിലോ 2 സിറ്റിങ്ങിലോ, വലിയ കല്ലുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിൽ ചെയ്യാം. രണ്ട് സൈഡിൽ, രണ്ട് വൃക്കയിൽ ഒന്നിച്ച വരുന്ന കല്ലിനും ഈ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ അകത്തോടെ പോയി ക്ലിയറാക്കി കളയാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ കല്ലുകൾക്ക് രാവിലെ വന്ന് നമ്മളത് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവർക്ക് വീട്ടിൽ പോവാം. അകത്തൊരു സ്റ്റെൻറ്റ് ഉണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് ജോലിക്കും പോവാം. അപ്പോൾ ഇവർക്ക് ഈ ഇത്രയും വലിയ സ്റ്റോൺ പൊടിച്ച് കളയുന്നുള്ള വലിയ റസ്റ്റോ വേറെ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് RIRS വെച്ച്. ഇതാണ് ഇപ്പോൾ സ്റ്റോൺസിന് എവിടെയുള്ള വൃക്കയിലായാലും ട്യൂബിലായാലും എവിടെയുള്ള സ്റ്റോൺസിനായാലും RIRS എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റോൺ റിമൂവൽ ഉണ്ട്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലക്ഷർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.